ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിങ്ങനെ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, എന്തെല്ലാമാണിന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. 3 ഓഫ് സോഡ്സ്, ദ ചാരിയറ്റ്, ഹൈ പ്രീസ്റ്റസ്, ഏസ് ഓഫ് വാണ്ട്സ്, ഡെത്ത് ആൻഡ് റീബർത്ത്, നെക്സ്റ്റ് പേജ് ഓഫ് സോഡ്സ്. പേജ് ഓഫ് സോഡ്സ് ഉണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ദെൻ 8 of swords, 4 of pentacles, 5 of cups and 7 of cups ആണ് വന്നിട്ടുള്ളത്. ബോട്ടം ഡെക്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുന്നത്, മൊത്തത്തിൽ ഇമോഷണലി കുറച്ചൊരു എന്താണ്, പഴയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പഴയ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ പഴയ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ബോധർ ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉള്ള പോലെ കാണുന്നുണ്ട്. അതായത് പഴയ കാര്യങ്ങളില്ല, അത് ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. ചിലപ്പോൾ പഴയ കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുടെ ഓർമ്മകളിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത്, ഇമോഷണലി കുറച്ചൊരു ഡൗൺ ആയതുപോലെ തോന്നും. ഒരു കുഴപ്പമില്ല, കാരണം ആ സ്റ്റേജസ് ഒക്കെ നിങ്ങൾ കടന്നു പോയതാണ്. നിങ്ങൾ എപ്പോഴോ കടന്നു പോയ ആ സ്റ്റേജസ് നിങ്ങൾ ഇന്ന് ഓർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ആ ഒരു സ്റ്റേജിൽ നിന്ന്, നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊക്കെ എപ്പോഴോ കടന്നു വന്ന് നിങ്ങൾ ശരിക്കും വേറൊരു പേഴ്സണായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിങ്ങളെ സംബന്ധിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് വല്ലപ്പോഴും മാത്രമായി മാറിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ എപ്പോഴേ മാറിപ്പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ചാരിയറ്റിൻ്റെ എനർജിയിലേക്ക്, അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച വലിയ വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്നാണ്. നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരുന്നോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ചാരിയറ്റ് എനർജി പറയുന്നത്. അതുപോലെ നിങ്ങളൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച, നിങ്ങളൊരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആളുകളെ കാണുക, നിങ്ങളൊരിക്കലും പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ഒരു ആഗ്രഹ സഫലീകരണം നടക്കുക, ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു എന്താണ്, ഒരു സംഭവത്തിൻ്റെ ഭാഗമാവുക. ഇതൊക്കെയാണ് ചാരിയറ്റിൻ്റെ എനർജി പറയുന്നത്. നിങ്ങളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധം നിങ്ങൾ എടുത്തുയർത്തപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിഗൂഢമായിട്ടുണ്ടായിരുന്ന, നിങ്ങൾക്ക് അറിയാൻ വയ്യാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിവീൽഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് വളരെ ഡിവിനിറ്റി ഉള്ളൊരു ദിവസമാണ്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂഷൻ കൂടുതലുള്ള ദിവസമായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു സ്പിരിച്വൽ ലേഡിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ഗൈഡൻസ് എടുക്കുക. ചിലപ്പോൾ നിങ്ങളെ വഴിയിൽ വെച്ച് കാണുന്ന ആളായിരിക്കും, ബസ്സിൽ വെച്ച് കാണുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഫോർ എ ഷോർട്ട് ടൈം നിങ്ങൾ കാണുന്ന ഒരു ലേഡി ആയിരിക്കും. ഒരു ഫെമിനിയൻ എനർജിയാണ്. അപ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അന്വേഷിച്ച് നടന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിലേക്ക് എത്തുന്നത് ചിലപ്പോൾ അവരിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു രഹസ്യം, നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരു രഹസ്യം യൂണിവേഴ്സായിട്ട് നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ ഒരു കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കളഞ്ഞ ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ഒരു പുതിയ ചിന്ത നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം. നിങ്ങൾ പാതി വഴിയിൽ എവിടെയോ ഉപേക്ഷിച്ച് പോയ ഒരു കാര്യം വീണ്ടും പൊടി തട്ടിയെടുക്കുന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. പാട്ട് പഠിക്കുക, ഡാൻസ് പഠിക്കുക, പടം വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കാര്യം പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തുടങ്ങുക. അതൊക്കെയാണ് ഏസ് ഓഫ് വാണ്ട്സ് പറയുന്നത്. ഒരു ആശയം മാത്രമാണ്, നിങ്ങളിലേക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ.
നെക്സ്റ്റ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ഈ സെയിം കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നു എന്നുള്ളതാണ്. നിങ്ങളായിട്ട് തന്നെ വേണ്ടെന്ന് വെക്കുന്നു, നിങ്ങളായിട്ട് തന്നെ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അത് നിങ്ങൾക്ക് നല്ലതിനല്ല, ഫ്യൂച്ചറിലെ നിങ്ങൾക്ക് നല്ലതിനല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഈ ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് വേണ്ടാന്ന് വെക്കുന്നില്ല എങ്കിൽ അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിന്ന് എടുത്തു മാറ്റും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിന്ന് നിങ്ങളറിയാതെ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ആ ആളുകളിൽ നിന്ന്, ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി പോയി എന്നുള്ളത് ഇപ്പോഴല്ല പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഒരുപക്ഷെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തകർന്നു പോയേനെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോയേനെന്നോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത് മാത്രമേ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് സ്പിരിച്വലി മുന്നോട്ട് പോയിട്ടുള്ള ആളുകളായതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ഒരു നോട്ടപ്പുള്ളിയാണ് നിങ്ങളപ്പോൾ യൂണിവേഴ്സിൻ്റെ കൃത്യമായ ഗൈഡൻസിലൂടെ മാത്രമായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ചില ഹാബിറ്റുകളാവാം, ചില അഡിക്ഷൻസ് ആവാം, ചില ഓർമ്മകളാവാം, ചില ആളുകളും ചില സ്ഥലങ്ങളും ആകാം, ചില സാഹചര്യങ്ങളാവാം. ചിലപ്പോൾ നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറേ സാധനങ്ങളാകാം, ചില ഓർമ്മകൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുൻജന്മങ്ങളിൽ പരിചയമുള്ള ആളുകളെ നിങ്ങൾ ഇന്നേ ദിവസം വീണ്ടും കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ തോന്നില്ല. നിങ്ങൾക്ക് അവരോട് വളരെ സുഖമായിട്ട് സംസാരിക്കാൻ പറ്റും. അതായത് ഇന്നലെ രാത്രി എപ്പോഴോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഇന്നലത്തേൻ്റെ ബാക്കി കാര്യം പറയുന്നത് പോലെ പറയുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരാളാണ് അയാൾക്ക്, പക്ഷേ നിങ്ങൾക്ക് പണ്ടേ കണക്ഷനുള്ള ആളായിരുന്നു, നിങ്ങൾക്ക് ഇന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നതാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവം വീണ്ടും ഇന്നേ ദിവസം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളുകളെ നിങ്ങളിന്ന് കാണുന്നതാവാം. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അന്ന് അനുഭവിച്ച അതേ പെയിന് അനുഭവിക്കുന്നതാവാം. ചിലപ്പോൾ നിങ്ങളെ ജീവിതം തന്നെ തകിടം മറിച്ച ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതേ സാഹചര്യത്തിൻ്റെ ഓർമ്മകൾ വരുന്നതാവാം, അല്ലെങ്കിൽ അതേ സാഹചര്യത്തിലൂടെ അതേ ഇടങ്ങളിലൂടെ നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നതാവാം. അപ്പോൾ പാസ്റ്റിലെ ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു ദിവസം കൂടിയാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആളുകളോ സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്കെന്നല്ല, നിങ്ങൾ ഇന്നേ ദിവസം ആ സെയിം എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിന്ന് ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. നെക്സ്റ്റ് 8 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാത്തത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ആക്ഷനൊന്നും എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും ചില കാര്യങ്ങൾ നിങ്ങളുടെ വശത്താക്കാൻ വേണ്ടിയിട്ട്. പണത്തിന് വേണ്ടിയാണെങ്കിൽ പണം റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് കടന്ന് ഓടിയിട്ടുണ്ടാവും, നടന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, മതിയായില്ലേ, എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ നിങ്ങൾ സ്വയം നെഗറ്റീവായിട്ട് നിങ്ങളോട് തന്നെ ചിന്തിച്ചിട്ട് നിങ്ങൾ മടുത്തു എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ഗിവപ്പ് ചെയ്യുന്നതാവാം. ഇനി അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചൊരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്നതാവാം. അത് എന്ത് കാര്യമാകാം. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മടുത്തു എന്ന് വിചാരിക്കുന്നതാവാം. ഒരു വ്യക്തിക്ക് പിന്നാലെ പോയിട്ട് അവർ നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറിയിട്ട് നമ്മളായിട്ടൊന്നും ആക്ഷൻ എടുക്കാൻ നിൽക്കുന്നതാവാം. എന്തുവാകാം കേട്ടോ. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് എടുത്തോണം. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിൽക്കുന്നു എന്നാണ്. നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എന്നാണ് 8 ഓഫ് സോഡ്സ് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, പക്ഷേ നിങ്ങൾ ഇന്നത് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ ഈ ട്രാഫിക് വയലൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഫൈൻ അടിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ കാണുന്നുണ്ട്. അതുപോലെ ഇത് ചില ആളുകൾ ജയിലിൽ അകപ്പെടുക എന്ന് പറയത്തില്ലേ, തടവറയിലാകുക, ജയിലിലാകുക, അങ്ങനെയൊക്കെയുള്ളൊരു കാർഡും കൂടിയാണ് 8 ഓഫ് സോഡ്സ്. അപ്പോൾ ചിലർക്ക് കോടതി കേസുകളിലൊക്കെ പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധികളൊക്കെ വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും ഈ പറഞ്ഞ നിങ്ങളെ തടവറയിലാക്കുക, കൺട്രോൾഡ് ആക്കുക, നിങ്ങളൊരു ട്രാപ്പിൽ അല്ലെങ്കിൽ
അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം ഇന്നത്തെ ദിവസം. ആവശ്യത്തിന് പണം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം എന്ത് ചെയ്യണം, ബാക്കി പൈസ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പണം കിട്ടാത്തത് കൊണ്ട് ആ പണത്തിന് വേണ്ടി ബാക്കി പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നതാകാം. അപ്പോൾ ഒരു അത്തരത്തിലുള്ളൊരു പണമില്ലായ്മ ഫീൽ ചെയ്യാൻ, പണത്തിൻ്റെ സ്കേഴ്സിറ്റി ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ വല്ലാതെ പിശുക്ക് കാണിക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളിൽ കൊച്ചു കാര്യങ്ങളിൽ ഭയങ്കര പിശുക്കും, എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വലിയ കാര്യങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം മനോവികാരമുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നിങ്ങൾ ചില ആളുകളെ നിങ്ങളുടെ മനസ്സിൽ, ചില ഓർമ്മകളെ നിങ്ങളിങ്ങനെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ വിട്ടുകളയാൻ നിങ്ങൾക്ക് തയ്യാറല്ല. ആ ഓർമ്മകളിൽ നിങ്ങൾ ഇന്നേ ദിവസം ഭയങ്കരമായിട്ട് സ്റ്റേ ബാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 5 ഓഫ് കപ്സ് ആണ്. എന്നിട്ട് നഷ്ടപ്പെട്ടു എന്നോർത്ത് വിഷമിച്ചിരിക്കുക. അതിൻ്റെ പല കാർഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്, ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ഇവിടെ 8 ഓഫ് സോഡ് ഉണ്ട്, 3 ഓഫ് സോഡ് ഉണ്ട്, പേജ് ഓഫ് സോഡ് ഉണ്ട്. ഇതെല്ലാം പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ആ ട്രോമയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് മിക്കവാറും നിങ്ങൾ പഴയ എന്തോ ഒരു വിഷമത്തിൽ നിൽക്കുന്നവരെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഒരിക്കലും വരില്ല എന്ന് വിചാരിക്കുന്നു, വേണ്ടാന്ന് വിചാരിച്ച് വേണ്ടാന്ന് വിചാരിച്ച് അതിനെ വിട്ടുകളയുന്നു, അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു, നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ അത്തരത്തിലുള്ള ചില റിലേഷൻഷിപ്പുകളിൽ നിന്ന് ചിലർ പിന്നോട്ട് പോകുന്നതാവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പുകൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നോട്ട് പോകുന്നതാകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് മോശമായിട്ടുള്ളൊരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഹാർട്ട് ബ്രോക്കൺ ആവാൻ, ഇന്നേ ദിവസം ഹാർട്ട് ബ്രോക്കൺ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പഴയ പാസ്റ്റിൽ നിങ്ങളുടെ ഈ ലൈഫിൽ തന്നെ മുൻപ് നിങ്ങൾക്കൊരു ട്രോമ ഉണ്ടായിട്ടുള്ള ആളാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ആ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്ത് ചിലപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതായിട്ടാണ് ഈ 3 ഓഫ് സോഡ്സും പേജ് ഓഫ് സോഡ്സും. അതായത് പേജ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ പാസ്റ്റാണ്, പാസ്റ്റിലെ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം വീണ്ടും നിങ്ങളൊരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലേക്കൊക്കെ വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ് ആണ്. അപ്പം ഒട്ടും പതിവ് പോലെ അല്ലാത്തൊരു ദിവസമാണ്. നിങ്ങൾ എന്നും ചെയ്യുന്നതല്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യും. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ ചിന്ത നിങ്ങളെ വീടുമായിട്ടുള്ള ചിന്തകൾ ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നതാവാം. നിങ്ങളുടെ അസറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധേഡാവുന്നതാകാം. ചിലപ്പോൾ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നതാവാം. പിന്നെ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് സൂക്ഷിച്ച് ചെയ്യുക. പണം ചിലപ്പോൾ നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നത് പണം നഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഇന്നേ ദിവസം പണം വരാനും അതുപോലെ പണം നഷ്ടപ്പെടാനും സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. ഈ പണയം എടുക്കുക, വെക്കുക, ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനും ചിലപ്പോൾ വിൽക്കാനും ചിലപ്പോൾ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ള ദിവസമായിട്ടാണ് ഈ 7 ഓഫ് കപ്സ് കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ബോട്ടം ഡെക്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്തൊക്കെ വന്നാലും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതാണ്. എന്തൊക്കെ വന്നാലും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞു പോയതാണ്. വീണ്ടും അതിനെ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ കഴിഞ്ഞു പോയതാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് പാസ്റ്റിൽ തന്നെ ഉപേക്ഷിക്കുക. അപ്പോൾ വീണ്ടും ഒരേ കാര്യം റെക്കറൻസ് നടക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും റിപ്പീറ്റഡ്ലി സെയിം തിങ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു പാറ്റേണിൻ്റെ റെപ്പിറ്റീഷനാണ്. നിങ്ങളൊരു ലൂപ്പിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ലൂപ്പ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുൻപത്തെ റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത്. കാരണം 3 ഓഫ് സോഡ് കണ്ടുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഒരു ചതി, വഞ്ചന, പറ്റിക്കൽ പണത്തിൻ്റെ പേരിലാവാം. ചിലപ്പോൾ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതാവാം, പൈസ കൊടുത്തിട്ട് തിരിച്ചു തരാത്തതാവാം, തരാമെന്ന് പറഞ്ഞിട്ട് തരാത്തതാവാം, ബന്ധത്തിൽ വിള്ളൽ വരുന്നതാവാം. അതൊക്കെ ഈ 3 ഓഫ് സോഡ്. ഹൃദയം മുറിയുക എന്നൊരർത്ഥം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പെട്ടെന്നുള്ള ധാരണ, പെട്ടെന്നുള്ളൊരു വേദനയിൽ നിങ്ങൾ മറ്റ് പലതരത്തിലുള്ള ചിന്തകളിലേക്കൊന്നും പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? 3 ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിക്കണേ. 3 കാർഡ്സ് എടുക്കാം. ഓക്കെ, ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ്? ഒന്നാമത്തെ ചോദ്യം മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ്,
ട്രസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നോയാണ്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോകുമെന്നൊക്കെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ്. ഈ ഡെത്ത് കാർഡ് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് കേട്ടോ. അത് സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ വരുന്നതാണ്. ഈ ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് വിടുന്നതാണ്. നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം ലവേഴ്സിനുള്ളത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചിൽഡ്രൻ ആണ്. യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കാനല്ല, കുട്ടികളാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികളും ഉണ്ട്, ഇവിടെ പട്ടികളും ഉണ്ട്. കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെപ്പോലെ കാണുന്ന പെറ്റ്സ് ആണ് കേട്ടോ. അവരും നിങ്ങളുടെ ലവ് ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റിക്കൺസിലിയേഷനാണ്. ഇന്നൊരു റിക്കൺസിലിയേഷൻ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടിരിക്കുന്ന കുറേ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. അവിടെ ഒരു റിക്കൺസിലിയേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്കൊരു അനുരഞ്ജനം വരുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ്, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായി വന്ന് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.